പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട എന്ന പരസ്യവാചകം കേൾക്കാത്ത മലയാളികളുണ്ടോ? മറ്റൊരു പരസ്യത്തിൽ തെങ്ങ് കയറാൻ വന്ന കുമാരൻ പാടുകയാണ്, ചന്ദ്രൻ ചേട്ടന്റെ വീട് കണ്ടാൽ അമ്പിളി മാമനുദിച്ച പോലെ. കേരളത്തിന്റെ കാലാവസ്ഥയും കാർമേഘവും കളരിയും കളിച്ചുണ്ടനും അവരുടെ പരസ്യത്തിന്റെ വിഷ്വലാകുന്നത് അതുകൊണ്ടാണ്. കേരളത്തെ ഇതേപോലെ ഫെസ്റ്റിവൽ മൂഡിൽ അവതരിപ്പിച്ച മറ്റേത് ബ്രാൻഡ് ഉണ്ടാകും? വിദേശ പെയിന്റ് കമ്പനികൾ താൽക്കാലികമായി സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ വർഷമായിരുന്നു 1940-കൾ. ഷാലിമാർ പെയിന്റ് മാത്രം മാർക്കറ്റിൽ. ഇതിൽ പരം മികച്ച സന്ദർഭമുണ്ടോ? ജെയിൻ സമുദായത്തിലെ ആ 4 ചങ്ങാതിമാർ മുംബൈയിലെ ഗിർഗോണിലെ ഒരു ഗ്യാരേജിൽ തുടങ്ങുമ്പോൾ പേര് ഏഷ്യൻ ഓയിൽ ആൻഡ് പെയിന്റ് കമ്പനി എന്നായിരുന്നു. 1942-ൽ മികച്ച പരസ്യത്തിന്റെ അകമ്പടിയോടെയാണ് ആ ബ്രാൻഡ് പിറന്നത്, ഏഷ്യൻ പെയിന്റ്സ്. നിർമ്മ വാഷിംഗ് പൗഡറിലെ പെൺകുട്ടിയെ പോലെ, എയർ ഇന്ത്യയിലെ മഹാരാജയെ പോലെ നമ്മുടെ പെയിന്റിന് ഒരു ഭാഗ്യ ചിഹ്നം വേണം. വിപുലമായ ക്രിയേറ്റിവിറ്റിയും അന്നേ ഏഷ്യൻ പെയിന്റ്സിലുണ്ട്. അതിൽ ലക്ഷ്മൺ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഏഷ്യൻ പെയിന്റ്സിന്റെ ഭാഗ്യചിഹ്നത്തെ വരച്ചെടുക്കാൻ അദ്ദേഹത്തോട് മാനേജ്മെന്റ് നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു ദിവസം സിഗരറ്റ് കൊളുത്തി പുകയൂതി നിൽക്കവേ ആ പുകച്ചുരുളിൽ ഒരു പയ്യന്റെ രൂപം തെളിഞ്ഞു. നെറ്റിയും ഒരു കണ്ണും കാണാൻ പറ്റാത്ത വിധം അലങ്കോലമായി മുന്നിലേക്ക് വീണ മുടി, വികൃതിയുടെ അടയാളങ്ങളെല്ലാം തികഞ്ഞ ചിരിയും കണ്ണും കോലവും, കയ്യിൽ പെയിന്റ് ബ്രഷ്, ഷർട്ടും ട്രൗസറും. ആ നിൽപ്പ് കണ്ടാൽ അറിയാം ഒരു തനി വികൃതി ചെക്കൻ. ബ്രാൻഡ് വേഗത്തിൽ വളർന്നു. വിവിധ കളറുകൾ വിപണിയിൽ അവതരിപ്പിച്ചു. ഏഷ്യൻ പെയിന്റ്സ് വാട്ടർ പ്രൂഫിംഗ്, വാൾ ടെക്സ്ചറുകൾ, ഹോം ഡെക്കർ സേവനങ്ങൾ എന്നിവയിലേക്ക് പോലും വ്യാപിച്ചു. ഇന്ന് അവർ പെയിന്റ് വിൽക്കുന്നില്ല, മുഴുവൻ വീടുകളും രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയ ആണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.